ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിനെ ആ വില്ലൻ പോലീസുകാരൻ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഹീറോ അവളെ രക്ഷിക്കാൻ വരുന്നത് വരെയാണ് കണ്ടത്. ഇനി നമുക്ക് അവരുടെ ജീവിതത്തിൽ എന്തു നടക്കുമെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ എത്തുമ്പോൾ ആ വില്ലൻ പോലീസുകാരൻ നമ്മുടെ ഹീറോയോട് ചോദിക്കും, നിന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന ഈ പെണ്ണ് ആരാണ് എന്ന്. എന്നാൽ നമ്മുടെ ഹീറോ ആകട്ടെ ഒരു നിമിഷം ആലോചിച്ച ശേഷം ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് എന്ന് പറയും. എന്നാൽ ഇതേ സമയം പട്ടാള ക്യാമ്പിലുള്ള നമ്മുടെ ഹീറോയുടെ കൂട്ടുകാർ ആ പെണ്ണിനെ വല്ലതും അവരുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ എല്ലാം തലപോകുമെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ഹീറോയുടെ അടുത്തുള്ള ആ കള്ളൻ പോലീസുകാരൻ, എങ്കിൽ നീ ഈ പെണ്ണിന്റെ ID കാർഡ് കാണിക്കാൻ പറയും. എന്നാൽ നമ്മുടെ ഹീറോ അവനോട് പറയും, ഇവൾ ഈ നാട്ടുകാരിയല്ല, സൗത്ത് കൊറിയയിലെ നമ്മുടെ സെക്ടർ 11 നിന്ന് വന്നതാണ് എന്ന്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ് എന്ന് അവരെയെല്ലാം തോന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയുടെ തോളിലേക്ക് ചാരും. ഹീറോ എന്നിട്ട് ഹീറോയിനെയും കൊണ്ട് തൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് വരും. അകത്തു വന്ന ശേഷം അവൾ ഹീറോയോട് പറയും, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരെയും കണ്ടാൽ കപ്പിൾസ് ആണെന്നേ പറയുള്ളൂ എന്ന്. എന്നിട്ട് അവൾ ഹീറോയോട് പറയും, നാളെ ഞാൻ ഇവിടെ നിന്ന് പോയാൽ നീ അവരോടൊക്കെ പറയണം നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി, അതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന്. എന്നിട്ട് അവൾ ഹീറോയോട് ചോദിക്കും, ഞാൻ സൗത്ത് കൊറിയയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ഒന്നും പറയാത്തതെന്ന്. അപ്പോൾ ഹീറോ അവളോട് പറയും, ഞങ്ങൾ നോർത്ത് കൊറിയക്കാർക്ക് സൗത്ത് കൊറിയയിൽ സെക്ടർ 11 എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെയുള്ള ആളുകൾ ഞങ്ങളുടെ ചാരന്മാരാണ്, അതുകൊണ്ടാണ് അയാൾ നിന്റെ ID കാർഡ് ചോദിക്കാത്തതെന്ന് പറയും. ഇതേ സമയം ആ ഗ്രാമത്തിലെ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ സമ്മാനങ്ങളുമായി അവരുടെ അടുത്തേക്ക് വരും. നമ്മുടെ ഹീറോ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാനായി ഹീറോയ്ക്കും ഹീറോയിനും സമ്മാനങ്ങളുമായി വന്നതാണെന്ന പേരിലാണ് അവർ അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അവർ വീട്ടിലേക്ക് ഇടിച്ചു കയറാനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അവർ, നീ സൗത്ത് കൊറിയയിലെ സെക്ടർ 11 അല്ലേ എന്ന് ചോദിക്കും. അതേ എന്ന് പറഞ്ഞ ശേഷം നമ്മുടെ ഹീറോയിൻ പറയും, ആർമിയുടെ കാര്യമായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ കഴിയില്ല എന്ന് അവരോട് പറഞ്ഞ ശേഷം ഐസിന് അവരെ ഒഴിവാക്കി ഹീറോയിനും ഹീറോയും അകത്തേക്ക് വരും. എന്നാൽ അവർ അകത്തേക്ക് പോയ ശേഷം ഈ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ പരസ്പരം പറയും, ആ പെണ്ണിനെ നമ്മുടെ അത്രയൊന്നും കാണാൻ കൊള്ളില്ല, ക്യാപ്റ്റൻ സാറിനെ വെച്ച് നോക്കുമ്പോൾ അവൾ ജസ്റ്റ് ആവറേജ് ആണെന്ന് പറയും. എന്നാൽ ഇതെല്ലാം അകത്തു നിന്ന് കേൾക്കുന്ന നമ്മുടെ ഹീറോയിന് അത് കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമമാകും. എന്നാൽ വീടിനകത്തേക്ക് വന്ന ശേഷം ഹീറോയിൻ അവനോട് പറയും, ആ പെണ്ണുങ്ങൾക്ക് എന്റെ സൗന്ദര്യം കണ്ട് അസൂയയാണ്, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ പോയ ശേഷം നീ ഇവളുമാരോടൊക്കെ പറയണം, നീയല്ല എന്നെ ഉപേക്ഷിച്ച് പോയത്, ഞാനാണ് നിന്നെ ഉപേക്ഷിച്ച് പോയത് എന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹീറോയിൻ അവനോട് പറയും, നീ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് നിന്റെ ഷെൽഫിലെ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചു, ആ ബുക്സുകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എല്ലാം നിന്റെ പട്ടാളത്തെ കുറിച്ചുള്ളതായിരുന്നു. പക്ഷെ അതിനിടയിൽ നീ പിയാനോ വായിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു, എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി നിനക്ക് പിയാനോ വായിക്കാനൊന്നും അറിയില്ല, ജസ്റ്റ് നീ ഒരു പിയാനോയുടെ ഫ്രണ്ടിലിരുന്ന് ഒരു ഫോട്ടോ എടുത്തതായിരിക്കുമെന്ന് അവൾ പറയും. എന്നാൽ അവൾ പറയുന്നത് കേട്ട് നമ്മുടെ ഹീറോ ബെഡിൽ നിന്ന് എണീച്ച് തന്റെ ഷെൽഫിന്റെ അടുത്തേക്ക് ചെന്നു തന്റെ പഴയ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ താൻ പണ്ട് പിയാനോ വായിച്ചിരുന്നത് ആളുകൾക്ക് മുന്നിൽ പെർഫോം ചെയ്തിരുന്നതൊക്കെ ഓർമ്മ വരും. അത് കഴിഞ്ഞ് അവൻ ആ ഫോട്ടോ ആ ഷെൽഫിന്റെ അകത്തേക്ക് തന്നെ തിരികെ വെക്കും. എന്നാൽ അന്ന് രാത്രി നോർത്ത് കൊറിയയിലെ ഒരു വലിയ ഓഫീസറിന്റെ മകൾ റഷ്യയിലെ തന്റെ 10 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് തിരികെ തന്റെ നാട്ടിലേക്ക് വരികയാണ്. എന്നാൽ എയർപോർട്ടിൽ വെച്ച് ആ സുന്ദരനായ വില്ലന്റെയും അവളുടെയും പെട്ടികൾ തമ്മിൽ കുടുങ്ങുകയും നമ്മുടെ സുന്ദരൻ വില്ലൻ അവളെ സൈറ്റ് അടിക്കുകയും ചെയ്യും. അപ്പോഴേക്കും അവന്റെ ഏജന്റ് അങ്ങോട്ടേക്ക് വന്ന് അവളെ ഒന്നും നോക്കരുത്, അവളൊരു ഹൈ പ്രൊഫൈൽ പെണ്ണാണെന്നും പറഞ്ഞ് അവനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. ഇതേ സമയം അവളെ പിക്ക് ചെയ്യാൻ വന്ന നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരനായ ഓഫീസറിനോട് ഹീറോയെ പറ്റിയും അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിനെ പറ്റിയും അവൾ ചോദിക്കും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ കാറിലാണോ എന്നെ പിക്ക് ചെയ്യാൻ വന്നതെന്ന് അവൾ ചോദിക്കും. മറ്റേ കാറ് ഹീറോ എടുത്തോണ്ട് പോയെന്ന് ആ ഓഫീസർ അവളോട് പറയും. ഓ അങ്ങനെയാണെങ്കിൽ ആ കാർ തിരികെ എടുക്കാൻ ഞാൻ പോകാമെന്ന് അവൾ ആ ഓഫീസറിനോട് പറയും. ഇവളുടെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ ഇവൾക്ക് നമ്മുടെ ഹീറോയെ ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അവൾ പോയ ശേഷം അവിടെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിന്റെ വൈപ്പർ 2 കള്ളന്മാർ വന്ന് അഴിച്ചെടുക്കുകയാണ്. എന്നാൽ ഇതേ കാറിലായിരുന്നു ആ സുന്ദരൻ വില്ലനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വന്നവരും വന്നത്. അങ്ങനെ അവനെയും കയറ്റി പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്യും. അപ്പോഴേക്കും അവർ വൈപ്പർ ഓൺ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് കാറിന് വൈപ്പർ ഇല്ല എന്ന്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ സുന്ദര കുട്ടപ്പൻ അവരോട് ഷൗട്ട് ചെയ്യും, എന്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം വാങ്ങിയ ശേഷം ഈ തേഞ്ഞ കാറിലാണോ എന്നെ കൊണ്ടുപോകാൻ വന്നതെന്ന്. എന്നാൽ അന്നു രാത്രി തന്നെ ആ കള്ളം പോലീസുകാരൻ ആരെയോ കാണാനായി അർജന്റായി ഒരു മൈനിലേക്ക് വരിക. അവിടെ എത്തിയ ശേഷം ഒരുത്തനെ കണ്ടിട്ട് അവനോട് പറയും, പണ്ട് നമ്മുടെ ജോലിക്ക് തലവേദനയായിരുന്ന ഒരു ഓഫീസറിനെ കൊന്നില്ലേ, അവനൊരു അനിയനും കൂടിയുണ്ട്, അവനിപ്പോൾ വലിയ തലവേദനയാണ്, അവന്റെ ചേട്ടനെ കൊന്നതുപോലെ തന്നെ അവനെയും കൊല്ലണമെന്ന്, നീ അന്ന് എന്നെ സഹായിച്ചതുപോലെ ഈ കാര്യത്തിലും സഹായിക്കണമെന്ന് പറഞ്ഞ ശേഷം ആ കള്ളം പോലീസുകാരൻ അവിടെ നിന്ന് പോകും. എന്നാൽ പോലീസുകാരൻ പോയ ശേഷം അവൻ കാണാൻ വന്നവൻ താൻ പണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരു നിമിഷം സ്തംഭിച്ചു നിൽക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ യാത്ര ചെയ്തിരുന്ന വണ്ടിക്കകത്ത് ഇവൻ ഒരു വോയിസ് ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിരുന്നു.
അന്ന് നമ്മുടെ ഹീറോയുടെ ചേട്ടനും അയാളുടെ ഡ്രൈവറും കൂടി ഒരു സ്ഥലത്ത് പോയിട്ട് തിരികെ വരികയായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ ഡ്രൈവറോട് പറയും, എൻ്റെ അനിയൻ ഇപ്പോൾ ന്യൂയോർക്കിലാണ്, അവന് മ്യൂസിക്കാണ് ഇഷ്ടം, അവൻ അവിടെ മ്യൂസിക് പഠിക്കുകയാണ് എന്ന്. എന്നാൽ വോയിസ് ട്രാൻസ്മിറ്ററിലൂടെ അവരുടെ ജീപ്പ് എവിടെയാണ് എത്തിയതെന്ന് മനസ്സിലാക്കിയ ശേഷം അവർ അറേഞ്ച് ചെയ്തിരുന്ന ലോറി കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയുടെ ചേട്ടന്റെ വണ്ടിയിൽ ഇടിപ്പിച്ച് അവനെ കൊല്ലും. അന്നും ആ കള്ളം പോലീസുകാരൻ പറഞ്ഞതനുസരിച്ച് അവന് ചെയ്യാതെ വേറെ നിവർത്തിയൊന്നുമില്ലായിരുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ ഹീറോ കഴിഞ്ഞ ദിവസം രാത്രി വന്ന കാറ് കണ്ട് നാട്ടുകാരെല്ലാം അതിന് ചുറ്റും കൂടാൻ തുടങ്ങി. എന്നാൽ പുറത്ത് എന്താണ് ഇത്രയധികം ബഹളം കേൾക്കുന്നതെന്ന് അറിയാനായി ഹീറോയും ഗേറ്റിന്റെ അടുത്ത് വന്ന് നിന്നു. ഇപ്പോൾ ഹീറോയിൻ അവനോട് പറയും, ഇന്നലെ അവർ എന്നെ കാണാൻ വളരെ ബോറാണെന്ന് പറഞ്ഞു, പക്ഷെ ഇന്ന് ഞാൻ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായാണ് വന്നിരിക്കുന്നത്, ഇന്ന് അവർ എന്നെ കാണുമ്പോൾ ഞെട്ടുമെന്ന് പറയും. എന്നാൽ സാധാരണ നോർത്ത് കൊറിയൻ സ്ത്രീകൾ കാണാൻ സുന്ദരിയാകുന്നത് അവരുടെ തലയിൽ ഒരു സ്കാർഫ് കെട്ടുമ്പോഴാണെന്നും പറഞ്ഞ് ഹീറോ നമ്മുടെ ഹീറോയിന്റെ മുടിയിൽ ആ സ്കാർഫ് കെട്ടിക്കൊടുക്കും. അതിനുശേഷം ഇന്നലെ തന്നെ കുറ്റം പറഞ്ഞ നാട്ടുകാരെ കാണിക്കാനായി താനും ഹീറോയും നല്ല അടുപ്പത്തിലാണെന്ന് കാണിക്കാൻ ആ നടു റോഡിൽ നിന്ന് ഹീറോയോട് താൻ കാമുകിയെന്ന പോലെ അവൾ പെരുമാറും. ഇതെല്ലാം കണ്ട് പാവം ഹീറോ കിളിപോയ പോലെ നിന്ന ശേഷം തന്റെ ഓഫീസിലേക്ക് പോകും. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഗ്രാമത്തിലെ അയൽവാസി പെണ്ണുങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ അകത്തേക്ക് കയറിപ്പോകുന്നത് നോക്കി ആ കള്ളം പോലീസിന്റെ ശിങ്കിടിയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അങ്ങനെ ഹീറോ അവിടെ നിന്ന് നേരെ തന്റെ ആർമി ക്യാമ്പിലേക്ക് എത്തും. അവിടെ എത്തി മറ്റു പട്ടാളക്കാരെയെല്ലാം പറഞ്ഞ ശേഷം തന്റെ 5 കൂട്ടുകാരന്മാരെ മാത്രം വിളിച്ച് ഇന്നലെ നടന്ന കാര്യത്തെ പറ്റിയെല്ലാം അവന്മാരോടായി പറയും. എന്തായാലും ഇന്ന് രാത്രി തന്നെ അവളെ തിരികെ സൗത്ത് കൊറിയയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പരിപാടികളും നിങ്ങൾ സെറ്റ് ചെയ്യണമെന്ന് ഹീറോ അവരോട് പറയും. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ചോദിക്കുന്നത്, ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണല്ലേ കിടന്നത്, നിങ്ങൾ തമ്മിൽ ഇന്നലെ എന്തെങ്കിലും നടന്നോ സാറെന്ന് അവൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കും. ഹീറോ ഉടനെ തന്നെ അവന്റെ കാല് പിടിച്ച് ഞെരടും. ഇതേ സമയം ഹീറോയുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായി ആ കള്ള പോലീസിന്റെ ശിങ്കിടി പറഞ്ഞയച്ചവൻ ഹീറോയുടെ വീട്ടിലെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനായി ഒരു ഡിവൈസ് വെക്കും. പിന്നെ ഹീറോയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡിവൈസിലൂടെ ആ ശിങ്കിടി അവന്റെ വീട്ടിലിരുന്ന് കേൾക്കും. ഇതേ സമയം ഹീറോയിൻ ആ പട്ടാളക്കാരിൽ ഒരുത്തന് സൗത്ത് കൊറിയയിലെ ഒരു ഡ്രാമയെ പറ്റിയുള്ള കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ സൗണ്ട് ഡിവൈസിലൂടെ ഇതെല്ലാം കേൾക്കുകയായിരുന്ന ആ ശിങ്കിടി എന്തോ വലിയ പ്ലാനിങ് ആണ് അവൾ പറയുന്നതെന്ന് കരുതി അതെല്ലാം ഒരു പേപ്പറിൽ എഴുതിയെടുത്തു. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോ ആകട്ടെ ആ ബോർഡറിൽ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനോട് ചോദിക്കും, അന്ന് രാത്രി നീ എന്തെങ്കിലും സസ്പീഷ്യസ് ആയി കണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയും, അന്നൊരു റഷ്യൻ ട്രക്ക് ഇങ്ങോട്ട് പോയിരുന്നു, ഇത് ഗുഡ്സും കൊണ്ട് പോവുകയാണെന്നാണ് രേഖപ്പെടുത്തിയത്, പക്ഷെ ആ വണ്ടിക്കകത്ത് ഗുഡ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് ഹീറോയോട് ആ പോലീസുകാരൻ പറയും. എന്നാൽ ഇതേ സമയം ആ കള്ള പോലീസുകാരൻ ഏതോ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ആ പോലീസുകാരൻ വന്നത് ഇല്ലീഗലായി കൊറിയയിലേക്ക് വന്നു ആ സുന്ദര കുട്ടപ്പൻ വില്ലനെ കാണാനായിരുന്നു. വില്ലനെ കണ്ടപ്പോൾ തന്നെ അയാൾ ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടിയെങ്കിലും വില്ലൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ സോഫയിലേക്ക് ഇരിക്കും. എന്നിട്ട് ആ പോലീസുകാരനോട് പറയും, നീയൊക്കെ ചോദിക്കുന്ന പണം ഞാൻ തരുന്നത് എന്റെ കാര്യങ്ങൾ ഇവിടെ സുഖമായി നടക്കാനാണ്, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരു നല്ല വണ്ടി അയക്കാൻ പോലും നിനക്കൊന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് പറയും. എന്നാൽ ആ പോലീസുകാരൻ പറയും, നിന്റെ പണമാകുന്നെന്നും പറഞ്ഞ് എന്റെ തലയിൽ കയറാനൊന്നും വരണ്ട എന്ന്. എന്നാൽ നമ്മുടെ ഈ സുന്ദരക്കുട്ടപ്പൻ വില്ലൻ നമ്മുടെ ഹീറോയിനിന്റെ ചേട്ടനെ എന്തോ ഒരു ബിസിനസ്സിൽ പറ്റിച്ച ശേഷമാണ് നോർത്ത് കൊറിയയിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഹീറോയിനിന്റെ ചേട്ടൻ ഈ വില്ലനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ചേട്ടനും അവന്റെ വൈഫും കൂടി ഫാമിലി മീറ്റിങ്ങിന് പോകുന്നതിന് മുൻപ് അവന്റെ വൈഫ് അവനോട് പറയും, എങ്ങനെയെങ്കിലും അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിങ്ങൾ തന്നെ ബിസിനസ് എല്ലാം ഏറ്റെടുക്കണമെന്ന് പറയും. അങ്ങനെ ഫാമിലി മീറ്റപ്പ് തുടങ്ങുമ്പോൾ നമ്മളെ ഹീറോയിനിന്റെ 2 ചേട്ടന്മാരും അവരുടെ വൈഫും കമ്പനിക്ക് ഒരു CEO ഇല്ലാത്തതിനാൽ ബിസിനസ് എല്ലാം ഡൗൺ ആണ്, അതുകൊണ്ട് അച്ഛൻ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് അയാളെ പ്രഷറൈസ് ചെയ്യുകയാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ജോലി മേടിച്ചു കൊടുത്തവൻ നമ്മുടെ ഹീറോയിന്റെ മാനേജറുടെ അടുത്ത് വന്ന് പറയും, മേഡം മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അവർ ഉടനെ തന്നെ തിരികെ വരുമെന്ന്. എന്നാൽ ഇതേ സമയം ഇങ്ങ് നോർത്ത് കൊറിയയിൽ ഹീറോയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് ഒരു പയ്യൻ ഇറങ്ങി ഓടി. ഹീറോയുടെ കൂട്ടുകാർ അവന്റെ പിന്നാലെ ഓടി അവനെ പിടിക്കും. ഹീറോയിനും അങ്ങോട്ടേക്ക് ചെല്ലും. അവൾക്ക് ആ പയ്യന്റെ അവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നും. അവൾ ആ പയ്യനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വന്നു ഹീറോയുടെ വീട്ടിലിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം അവൻ എടുത്തു കൊടുക്കും. എന്നാൽ അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് ഹീറോയും എത്തിയിരുന്നു. പയ്യൻ ആവശ്യമുള്ള ഭക്ഷണം കൊടുത്ത് പറഞ്ഞുവിടാൻ ഹീറോ അവരോട് പറയും. അതൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ അന്ന് രാത്രി പോകുന്നത് കൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്ത 5 പട്ടാളക്കാരിൽ ഓരോരുത്തർക്കും ഹീറോയിൻ ഓരോ അവാർഡ് കൊടുക്കാൻ തുടങ്ങും. എന്നാൽ ഹീറോയുടെ 4 കൂട്ടുകാരന്മാർക്കും അവൾ അവാർഡ് കൊടുക്കുകയും ഹീറോയ്ക്ക് മാത്രം പ്രത്യേകിച്ചൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് വിഷമമായി അവൻ അവിടെ നിന്ന് എണീച്ച് പോകും. ഹീറോയിൻ ഹീറോയെ വിളിച്ചോണ്ട് പോയി ഒരു തക്കാളി ചെടി കാണിച്ചു കൊടുത്ത ശേഷം അവനോട് പറയും, ഞാൻ തരുന്ന സമ്മാനം ഇതാണ്, ചെടി കാണുമ്പോൾ നിനക്ക് എന്നെ ഓർമ്മ വരണമെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്ന പച്ചക്കറികളെല്ലാം ഞാൻ ഒരുത്തൻ എടുത്ത് കൊടുത്ത ശേഷം അതിന് പകരമായാണ് ഈ ചെടി വാങ്ങിയതെന്ന് പറയും. ഇതെല്ലാം ഒളിഞ്ഞു കേൾക്കുകയായിരുന്ന ആ വില്ലൻ പോലീസിന്റെ ശിങ്കിടി ആ പോലീസിനെ വിളിച്ച ശേഷം പറയും,
ആ പെണ്ണിന് വട്ടാണെന്നാണ് തോന്നുന്നത്. അവൾ വീട്ടിലിരുന്ന പച്ചക്കറി എല്ലാം എടുത്ത് കൊടുത്ത ശേഷം ഒരു ചെറിയ തക്കാളി ചെടി വാങ്ങിയെന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാർ ഹീറോയിൻ പോണത് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ ആകട്ടെ ഹീറോയിനെയും കൂട്ടി ഹീറോയിനെ രക്ഷപ്പെടുത്താനുള്ള ബോട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതേ സമയം ഹീറോ തനിക്ക് സമ്മാനിച്ച സ്കാർഫ് അവൾക്ക് തന്നെ തിരികെ നൽകി. രണ്ടുപേർക്കും പരസ്പരം പിരിയുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബോട്ട് ജെട്ടിയിലെത്തും. എന്നാൽ ആ ബോട്ട് ഓടിക്കുന്നവനെ കാണുമ്പോൾ ഹീറോയ്ക്ക് എന്തോ ഒരു വശപ്പിശക് തോന്നും. ഹീറോ അവളോട് പറയും, ആ കപ്പലുള്ള സ്ഥലം വരെ ഞാനും ബോട്ടിൽ നിന്റെ കൂടെ കൂട്ടിന് വരാമെന്ന് പറഞ്ഞ് ഹീറോയും അവളോടൊപ്പം ബോട്ടിൽ കയറി പോകും. അങ്ങനെ അവർ രണ്ടുപേരും ബോട്ടിൽ കയറി പോകുന്ന സമയത്ത് നോർത്ത് കൊറിയൻ നേവി അങ്ങോട്ടേക്ക് വന്ന് ബോട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ബോട്ടുകാരൻ അവരെ രണ്ടുപേരെയും ബോട്ടിൽ ഒളിപ്പിക്കും. അപ്പോഴേക്കും നേവി ഓഫീസർ ആ ബോട്ടിനുള്ളിലേക്ക് കയറും. തങ്ങളുടെ ബോട്ടിൽ അവർ ചെക്ക് ചെയ്യാൻ കയറിയെന്നറിഞ്ഞ് നായകനും നമ്മുടെ ഹീറോയിനും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നേവി ഓഫീസർ ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുകയാണ്. ഈ ഒരു സീനോട് കൂടി ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നമ്മുടെ ഹീറോ എന്തിനാണ് ഹീറോയിനെ ഓഫീസേഴ്സ് വന്നപ്പോൾ കിസ് ചെയ്തതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.